എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെയും പിന്നെ അമ്മ വീട്ടിലെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ സാധാരണ എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്നു. അപ്പോഴത്തേക്കും പാല് കൊണ്ടുവരുന്ന ആൻറ്റി പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാലൊക്കെ എടുത്ത് അകത്ത് കൊണ്ട് വെച്ചിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഞാൻ അതിന് കുടിക്കാനുള്ള വെള്ളം കൂടെ അടുപ്പത്തേക്ക് വെക്കുകയാണ്. പിന്നെ വടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. കുറച്ചൊന്ന് വെള്ളം കുടിച്ചിട്ട് അങ്ങ് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇന്നിനി വലിയ ജോലികളൊന്നുമില്ല, കാപ്പി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ആ പാലൊക്കെ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിനെ 2 ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ചായക്കുള്ള വെള്ളം കൂടെ ഞാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ തിരുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ദോശയൊക്കെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചമ്മന്തിയും ദോശയാണ്. ദോശയും ചമ്മന്തി ആകുമ്പം ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇപ്പോൾ ചായയൊക്കെ വെച്ചിരുന്ന വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മാറ്റി വെച്ചിരുന്ന പാലൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുത്തു. പിന്നെ കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലവണ്ണം കലക്കി എടുക്കുകയാണ്. ഇനി ദോശ ചുട്ടെടുക്കണം. മക്കളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവരവിടെ ടി വിയും കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മക്കളെ സ്കൂളിലേക്ക് വിടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകണം. അതുകൊണ്ട് അവരെ ഇന്ന് സ്കൂളിലേക്ക് വിട്ടില്ല. പിന്നെ ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ ഞാൻ അതവിടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ അടുപ്പത്തേക്ക് വെച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അരച്ച് വെച്ചിരുന്ന ചമ്മന്തിയും കൂടെ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ദേവുട്ടി രാവിലെ ചോക്കോസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോക്കോസ് പാലിൽ മിക്സ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇനി പപ്പടവും കൂടെ പൊരിച്ചെടുക്കണം. പപ്പടം പൊരിക്കാൻ നേരത്ത് പപ്പടം കുത്തി നോക്കിയപ്പോഴത്തേക്കും കാണാനില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കത്തി എടുത്താണ് പപ്പടം കുത്തി എടുക്കുന്നത് കേട്ടോ. ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, പപ്പടം പൊരിക്കാൻ നേരത്ത് പപ്പടം കുത്തി നോക്കുമ്പോഴത്തേക്കും കാണില്ല. അങ്ങനെ ഇവിടെ കാപ്പിയൊക്കെ ഉണ്ടാക്കി ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കിയിട്ടുണ്ട്. കിച്ചണൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. മക്കൾ രണ്ടുപേരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇന്ന് പോകണ്ടല്ലോ, അതുകൊണ്ട് സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുകയാണ്. ഉച്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം. പിന്നെ അവർക്ക് രണ്ടുപേർക്കും കാപ്പി കൊടുത്തു. ചേട്ടനും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഹോളൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. എൻ്റെ ചേട്ടായിയുടെ കുഞ്ഞുങ്ങൾക്ക്, ചേട്ടായി പറയുമ്പോഴത്തേക്കും എൻ്റെ സഹോദരൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അവിടെ അമ്പലത്തിൽ താലപ്പൊലി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടുത്തെ കുറച്ച് ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീടിൻ്റെ ഒക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേഗം ഒന്ന് മടക്കി വെച്ചു. പിന്നെ മോൻ്റെ ഡ്രസ്സും ഒക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. മോൻ്റെ ബോക്സിലായതുകൊണ്ട് എടുത്ത് വെക്കാൻ എളുപ്പമുണ്ട്. ചേൻ്റെ ഡ്രസ്സ് തേച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്ത് വയ്ക്കണം. അത് മടക്കേണ്ട ആവശ്യമില്ല, തേച്ചുകൊണ്ട് വന്നതുകൊണ്ട് അതേ രീതിയിൽ തന്നെ അങ്ങ് എടുത്ത് വെച്ചാൽ മാത്രം മതി. നമുക്ക് പോകാനുള്ള സമയം ഏകദേശം ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്നാണ് എല്ലാം എടുത്തൊക്കെ വയ്ക്കുന്നത് കേട്ടോ. ഇനി ഞാൻ നിന്നാൽ താമസിക്കുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് പോയി റെഡിയായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 12:30 ആയപ്പോൾ തന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റെഡിയായി നിന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങാൻ പറ്റി. പിന്നെ ദേവുട്ടി ഇവിടെ ചോക്കോസും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പാക്കറ്റ് ചോക്കോസും കൂടെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് ചേട്ടൻ പറഞ്ഞത് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ 2 ഷേക്ക് വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവുട്ടിക്ക് ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് ഐസ്ക്രീമാണ് വാങ്ങിച്ചു കൊടുത്തത്. ആദ്യം വാങ്ങിച്ച ഐസ്ക്രീം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് സ്റ്റിക്ക് ഐസാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കേശുവിന് കൊടുത്തു. അത് കേശുവാണ് കഴിച്ചത്. ഇതിപ്പോൾ രണ്ടാമത് വാങ്ങിച്ചതാണ് കേട്ടോ ദേവുട്ടിക്ക്. അപ്പോൾ അത് അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് മക്കളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കഴിച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ദേവുട്ടി ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കഴിച്ചിട്ടും തീരുന്നില്ല. പിന്നെ അവിടെ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടൻ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തി. 2 മക്കളും നല്ല ഉറക്കമാണ് കേട്ടോ. ഇതെൻ്റെ അമ്മയാണ്. അമ്മ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. വാതിലിൻ്റെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു അകത്ത്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് മൂത്ത ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇത് മൂത്ത ആളാണ്, അമ്മൂട്ടിയാണ്. അപ്പോൾ അവൾ എഴുന്നേറ്റ് ഉറക്കച്ചടവെന്ന് അങ്ങനെ മാറിയിട്ടില്ല. എങ്കിലും അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവൾ എല്ലാവരിലും പോവും, വലിയ പിടക്കമൊന്നുമില്ല. ഇളയ ആൾ ഇത്തിരി പിടക്കമുണ്ട് കേട്ടോ. വരും എങ്കിലും അവൾക്ക് അമ്മ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ ഞങ്ങളിത് അവിടെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലല്ല നേരിട്ട് പോകുന്നത്
പോകുന്നത് മാതൃവൃക്ഷ ചുവട്ടിലാണ് പോകുന്നത്. മാതൃവൃക്ഷ ചുവട്ടെന്ന് പറയുന്നത് ദേവിയുടെ രൂപം കുത്തിയെടുത്ത ആ ഒരു വൃക്ഷമാണ് കേട്ടോ. അപ്പം അവിടെയൊക്കെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടെ നിന്നാണ് മക്കൾ എല്ലാവരും ഒരുങ്ങിയിട്ട് ഘോഷയാത്രയായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാറുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇളയാൾ അവിടെ നിന്ന് ഹായ് പറയുകയാണ്. ചേട്ടൻ ഇപ്പം ഞങ്ങളോടൊപ്പം വന്നിട്ടില്ല, ചേട്ടൻ പിന്നീട് വരാമെന്ന് പറഞ്ഞു. ചേട്ടായിയുടെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ചേട്ടായിയാണ് അവിടെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം മക്കളെല്ലാം ബേക്കിൽ ഇരിപ്പുണ്ട്. വീണയും അവിടെ ബേക്കിലാണ് ഇരിക്കുന്നത്. ഇളയാളും വീണയുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ മൊത്തം റബ്ബറാണ്, റബ്ബർ തോട്ടമാണ് കേട്ടോ ഇവിടെ രണ്ട് സൈഡിലും. പിന്നെ ഒരുപാട് വീടുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. പൂജാ സാധനവും പിന്നെ അവരെ ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ ഡിക്കിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടയുടെ മൂത്ത മോനാണ് ഇതവിടെ ബാക്കിൽ നിൽക്കുന്നത്. മോൻ്റെ പേര് കണ്ണൻ എന്നാണ്. ക്യാമറ കണ്ടിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അങ്ങോട്ട് നടക്കണം. വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതിന് കുറച്ച് ഇങ്ങനെ നടന്നു വന്നാൽ മതി. എന്നിട്ട് ഒരു കുത്തനെ ഒരു തേരിയുണ്ട്, അവിടെ കൂടെ ഇങ്ങനെ കയറി പോകണം. ഈ വഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നത്. ഈ ഒരു തേരി ചെന്ന് കയറുന്നിടത്താണ് മാതൃവൃക്ഷ ചുവട് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് മരങ്ങളും തണലും ഒക്കെ ഉള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങളും ഒരുങ്ങാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. മക്കൾക്ക് രണ്ടുപേർക്കും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. അമ്മൂട്ടിയെ ഞാനാണ് ഒരുക്കുന്നത്. പൊന്നൂസിനെ വീണയും ചേട്ടായും കൂടെയാണ് ഒരുക്കുന്നത്. കുറേ പേര് ഒരുക്കിക്കൊണ്ട് നിൽക്കുന്നവരുണ്ട്, കുറേ പേര് ഒരുങ്ങുന്നവരുണ്ട്. മുകളിലോട്ട് കുത്തിയോട്ടത്തിനുള്ള കുട്ടികളാണ് കേട്ടോ ഒരുക്കുന്നത്. ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഒരു റബ്ബർ തോട്ടമാണ് കേട്ടോ. ഇവരെ ഒരുക്കുന്നത് ഭയങ്കര പാടാണ് കേട്ടോ. അവരങ്ങനെ അടങ്ങി അങ്ങനെ ഇരിക്കുന്നില്ലല്ലോ. അങ്ങനെ രണ്ടുപേരെ കയ്യിലും 2 ഫോൺ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവൾ അതിനെ മാച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ മാച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും രണ്ടാമത് ഒരുക്കി എടുത്തതാണ്. ഒരു സൈഡ് പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ രണ്ടാമത്തെ സൈഡ് ഒന്ന് പൂർത്തിയാക്കുകയാണ്. ഇങ്ങനെ പൊട്ടുകൾ മുകളിലും താഴെയൊക്കെ പൊട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് കുട്ടികളെ താലപ്പൊലിക്ക് ഒരുക്കി എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്ത വർഷം ചെയ്യണം. അങ്ങനെ രണ്ടുപേരെയും ഒരുക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഹാരമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കിരീടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കിരീടമൊന്നും അവർ വച്ചേക്കുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ച് കൊടുക്കാനൊക്കെ. കിരീടം തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ അപ്പം തന്നെ അതങ്ങ് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ പൂവൊക്കെ പിച്ച് കളയുന്നുണ്ട്. ഇത് അമ്മൂട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. അവൾ കരയുന്നതല്ല, കണ്ടാൽ തോന്നും കരയുകയാണെന്ന്, പക്ഷെ കരയുന്നതല്ല, അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവുകയാണ്. താഴെ ഒരു വീട്ടിൽ ഇങ്ങനെ ചായയൊക്കെ കൊടുക്കുന്നുണ്ട്, ചായയും കടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദേവൂട്ടിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം താലപ്പൊലി ഘോഷയാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം നടന്ന് ഇവിടെ റോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ദേവി വന്ന് എതിരേറ്റുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. ദേവി എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ വാരി എറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും തലയിലുണ്ട്. ചേട്ടയുടെ ഫ്രണ്ടിൻ്റെ അമ്മയും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലാണ് അമ്മൂട്ടി ഇരിക്കുന്നത്. കുറച്ച് ദൂരമൊക്കെ നടന്ന് വന്നപ്പോഴത്തേക്ക് എൻ്റെ വിളക്കിൽ തിരി താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ നേരെയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ വീണ്ടും നടന്നു തുടങ്ങിയത്. അങ്ങനെ ഞങ്ങളിത് അവിടെ അമ്പലത്തിൽ നിൽക്കുകയാണ്. അമ്പലത്തിൽ എത്തി അങ്ങനെ നിൽക്കുകയാണ്. ചുറ്റുപാട് നല്ല ലൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ അവിടെ മുകളിൽ വന്ന് നിൽപ്പുണ്ട്. ചേട്ടനും അച്ഛനും കൂടെ അവിടെ മുകളിൽ ഒരു സൈഡിലായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ ഇവിടെ ചായ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ചേട്ടായിയും വീണയും കൂടെ അവിടെ പായസം എടുക്കുകയാണ്. പായസം അവൾ രാവിലെ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പായസം വിളമ്പുകയാണ്. വീണയുടെ അമ്മയും അച്ഛനും സഹോദരനും കുടുംബവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ ഹാളിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.